മഴ തുടരുന്നു. ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കർഷക സംഘടനകൾ. ഹരിയാന അതിർത്തിയിൽ തങ്ങുന്ന കർഷകർ പോലീസിന്റെ പ്രതിബന്ധങ്ങൾ മറികടന്ന് ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. ശംഭു അതിർത്തിയിൽ വീണ്ടും സംഘർഷമുണ്ടായി. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. പഞ്ചാബ് ഹരിയാന അതിർത്തികളിലേക്ക് ഇന്ന് കൂടുതൽ കർഷകരെത്തുകയാണ്. ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടി. അതിനിടെ കർഷക സംഘടനകളെ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു. കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റന്നാൾ രാജ്യവ്യാപകമായി പ്രതിഷേധ സംഗമങ്ങൾ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ വീണ്ടും കൃഷിമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് കർഷകരെ. സംഘടനാ നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? ചർച്ചയിൽ പങ്കെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴായിരിക്കും? വിജയകുമാർ, സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കും എന്ന നിലപാട് തന്നെ കഴിഞ്ഞ ദിവസം കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ മുന്നോട്ട് വെച്ചൊരു കാര്യം, മിനിമം താങ്ങുവിലയിൽ കൃത്യമായ ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകണം, നിയമനിർമ്മാണം വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയൊരു കാര്യം, കർഷകർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളുടെയും എല്ലാ വശവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ കർഷകരെ ചർച്ച ക്ഷണിച്ച ഒരു സാഹചര്യത്തിൽ കർഷക സംഘടനകളുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് നീങ്ങുകയാണ്. ശംഭു അതിർത്തിയിൽ വെച്ച് വീണ്ടും സംഘർഷമുണ്ടായി. കൂടുതൽ കർഷകർ പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് നീങ്ങുന്നു. മാത്രവുമല്ല, ഈ ഒരു നീക്കത്തെ തടയിടാനായി പോലീസ് എല്ലാവിധ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഡൽഹി ഉൾപ്പെടെയുള്ള വിവിധ അതിർത്തികളിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇടറോഡുകൾ വഴി കർഷകർ പോകാതിരിക്കാൻ റോഡുകളെല്ലാം തന്നെ ഇടറോഡുകൾ മുറിക്കുന്ന നടപടിയും പോലീസ് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിംഗു ഉൾപ്പെടെയുള്ള വിവിധ അതിർത്തികളിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസും BSPയും കർഷകർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റന്നാൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ കർഷക സംഘടനകൾ കർഷക സമരത്തിന് പിന്തുണ നൽകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വലിയ ജാഗ്രതയിലാണ് ഡൽഹി അതിർത്തികളിൽ ഇപ്പോൾ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ശംഭു അതിർത്തിയിൽ നിന്ന് കർഷക സമരം മുന്നോട്ടേക്ക് നീങ്ങിയാൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സിംഗുവിൽ എത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം കണക്കുകൂട്ടുന്നത്. അതുപ്രകാരമുള്ള മുൻകരുതൽ നടപടിയും ജാഗ്രതാ നിർദ്ദേശവും സുരക്ഷാ ക്രമീകരണവും പോലീസ് ഇപ്പോൾ ഡൽഹി അതിർത്തികളിൽ ഒരുക്കിയിട്ടുണ്ട്. നിതിൻ, ഈ ചർച്ചയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും കൃത്യമായി ഒരു തീയതിയോ സ്ഥലമോ തീരുമാനിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കർഷക സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പറയുന്നു വീണ്ടും ചർച്ചയ്ക്ക് എത്തണമെന്ന്. അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിലൊരു തീരുമാനം എപ്പോഴായിരിക്കും ഉണ്ടാവുക? മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ രാജ്യവ്യാപക പ്രതിഷേധം, BSP ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാസങ്ങളിൽ ഇത്തരം ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അത് അധികം മുന്നോട്ട് പോകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയേക്കും എന്നാണ് കരുതേണ്ടതല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർഷക വോട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ എത്രയും പെട്ടെന്ന് ചർച്ചയിലൂടെ പരിഹരിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും BSP കൂടാതെ ശിരോമണി അകാലിദളും കർഷകർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ കർഷകരെ കൂടുതൽ പിണക്കാതെ വേഗത്തിൽ തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള നീക്കം നടത്തുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ എപ്പോഴാണ് ചർച്ച എന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായിട്ടില്ല. ചർച്ചയ്ക്ക് ഇപ്പോൾ ഒരു ക്ഷണം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിൽ കർഷക സംഘടനകളുടെ പ്രതികരണം ഏത് തരത്തിലാണെന്നും വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം പോലീസ് വലിയ തരത്തിലാണ് സമരത്തെ നേരിട്ടത്. ഇന്നും സമാനമായി തന്നെ സമരത്തെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചർച്ചയ്ക്ക് വഴങ്ങാതെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു നിലപാട് കർഷക സംഘടനകൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് എന്തായാലും കർഷക സംഘടനകളെ വീണ്ടും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഈ സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എവിടെ എപ്പോൾ ചർച്ച നടക്കുമെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമായിട്ടില്ല. പക്ഷേ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഉറപ്പ് കിട്ടണം എന്നതാണ് കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.